I've been dreaming on in my head like I've seen it. A life worth living is a life with meaning. I'll do what I love till my heart stops beating. I'm feeding this demon. Hi friends, assalamu alaikum. Welcome back to our channel. ഇന്ന് മക്കൾക്ക് സ്കൂളിലെ ദിവസമാണ്. അതുപോലെ തന്നെ പണിക്കാരും ഉണ്ട്. ഇന്ന് എനിക്ക് 4 പണിക്കാരുണ്ട് കേട്ടോ. പെയിൻറ് പണിക്കാരുണ്ട്, അതുപോലെ തന്നെ ആശാരിപ്പണിയുണ്ട്. അപ്പോൾ അതാ രാവിലെ തന്നെ ഞാൻ ആദ്യം മക്കൾക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ്. ഇന്ന് ഫിദുവിനും നിതുവിനും ഷിനുവിനും അച്ഛനൊക്കെ സ്കൂളിലെ ദിവസമാണ്. അപ്പോൾ അവർ നേരത്തെ പോവും. അപ്പോൾ ആദ്യം ഞാൻ ഇന്ന് രാവിലെ പത്തിരിയും അതുപോലെ തന്നെ പട്ടാണിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പത്തിരിപ്പൊടി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പണിക്കാർക്ക് ചോറായി കിട്ടില്ല. അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ് ഇപ്പോൾ കിട്ടിയത് പ്രാവശ്യമുള്ളത്. അപ്പോൾ നേരത്തെ അരി അടുപ്പത്തിട്ടാലേ ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഉച്ചക്ക് ചോറ് നിന്ന പണിക്കാരല്ലേ, ഏകദേശം 11:30 ആകുമ്പോഴേക്ക് ചോറ് കൊടുക്കും. രാവിലെ 7 മണിക്ക് വന്നിട്ടുള്ള പണിക്കാരാണ്. അപ്പോൾ ഒരു നേരമാട്ടോ ഭക്ഷണം. പക്ഷേ ആശാരിപ്പണിക്ക് അങ്ങനെയല്ല, 8-8:30 ആകുമ്പോൾ വന്നിട്ട് 10 മണിക്ക് ചായ അതുപോലെ തന്നെ ഉച്ചക്ക് ചോറാണ് കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതേസമയം ഇതാ പത്തിരിയൊക്കെ പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ ഇതാ ഇതുപോലെ കേട്ടോ പത്തിരി പരത്തി അതിൻ്റെ ഒപ്പം തന്നെ ചുട്ടെടുക്കുകയും ചെയ്യും. അതാണ് എനിക്ക് ഒരു എളുപ്പം. പിന്നെ അതേപോലെ തന്നെ പത്തിരി പരത്തി കഴിഞ്ഞിട്ട് ചുടാൻ നിൽക്കാനുള്ള സമയമില്ല. ആദ്യം ഇങ്ങനെ സ്കൂളിൽ പോണവർ അതേപോലെ തന്നെ കോളേജിൽ പോണവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പരത്തുന്നതോടൊപ്പം ചുട്ടെടുക്കും ചെയ്യുക. എന്നാലും പിന്നെ വരുന്നവർക്ക് ഇങ്ങനെ ആയത് കഴിക്കാമല്ലോ, അത് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനിതാ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ പട്ടാണി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പട്ടാണി ഇന്നലെ രാത്രി പിന്നെ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും അതിട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത്. അപ്പോൾ അതാ പട്ടാണിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സമയം ഒന്ന് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ എല്ലാം വീഡിയോയിൽ എടുക്കാൻ കഴിയില്ല. പിന്നെ ഈ സമയമാകുമ്പോഴേക്ക് ഷീനു എണീറ്റ് വരും. അവളെ കുളിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവളെ യൂണിഫോമൊക്കെ റെഡിയാക്കി കൊടുക്കണം. കുളിപ്പിക്കാൻ വേണ്ട കേട്ടോ, അവൾക്ക് വെള്ളമൊക്കെ റെഡിയാക്കി കൊടുത്താൽ മതി. കാരണം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ചുടുവെള്ളം വേണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ പിന്നെ അവൾ കുളിച്ചിട്ട് വന്നോളൂ. അപ്പോഴേക്ക് അവൾ വരുമ്പോഴേക്ക് ഞാൻ യൂണിഫോമൊക്കെ ഒന്ന് ഇസ്തിരിട്ട് വെക്കുക. അപ്പോൾ അതാ ഞാൻ അതിൽ കറിയിൽ തേങ്ങ ഒഴിച്ചിട്ടുണ്ട്. ആ സമയമായപ്പോഴേക്ക് ഷിനുവിന് മദ്രസയിൽ പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ രാവിലെ പോകുമ്പം ഫുഡൊന്നും കഴിക്കൂല കേട്ടോ. വെറും ചായയും ബിസ്ക്കറ്റും മാത്രം കഴിച്ചിട്ടാണ് അവൾ പോവുക. പിന്നെ അതേപോലെ തന്നെ അവൾ പോയ തൊട്ട് പിന്നാലെ തന്നെ ഫിദുവിനും പോകാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും പോയി. അവരൊക്കെ അതിൻ്റെ ഇടയിൽ സ്വയം ഫുഡ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഫിദു പോയി കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നിതു പോവുക. ഫിദു ചില ദിവസം ബൈക്ക് എടുത്തിട്ട് പോകും. ബൈക്ക് എടുത്തിട്ടാണ് പോകണമെങ്കിൽ നിതു അവൻ്റെ കൂടെ തന്നെ പോവുക. രണ്ടാളും ഒരേ റൂട്ടാണ്. ഒരാൾ കുറ്റിക്കാട്ടൂരും ഒരാൾ മെഡിക്കൽ കോളേജിലും സ്കൂളിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ബൈക്ക് എടുത്ത് പോകുമ്പോൾ രണ്ടാളും ഒരുമിച്ച് പോവും. അല്ലെങ്കിൽ ഇതാ ഫിദു ബസ്സിനാണ് അധികം പോവാറ്. അപ്പോൾ പിന്നെ അവൻ നേരത്തെ പോവും. അത് കഴിഞ്ഞിട്ട് പോയാൽ മതി നിതുവിനെ. അപ്പം നിതു പാറമെന്ന് ബസ് കയറുക എന്ന് പറഞ്ഞിട്ട് ഇതാ ഹനീഫ്ഖാൻ്റെ കൂടെ പോവുകയാണ്. ഹനീഫ്ഖാൻ മാവൂർ പോവാണ് കേട്ടോ. അപ്പോൾ രണ്ടാൾ കൂടെ ഒരുമിച്ച് പോകും അവനവിടെ ഇറക്കിടാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്നാണ്ട് ഫ്രണ്ട്സ് ഉണ്ടാവും ബസ് പോകാൻ. അപ്പോൾ പിന്നെ അവരൊക്കെ പോയി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കിച്ചണിലെത്തിയിട്ടുണ്ട്. പട്ടാണിക്കറിയിൽ തേങ്ങ ഒഴിക്കുന്നവരെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. തേങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് വറവിട്ട് ഒഴിക്കുകയാണ് ചെയ്യുക. അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. കാരണം ഫിദുവിനൊക്കെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാനുള്ളതുകൊണ്ട് തന്നെ വേഗം വറവിട്ട് ഒഴിച്ചു കൊടുത്തതായിരുന്നു. പിന്നെ ഫിദുവിന് ഇതൊക്കെ ഫുഡ് കഴിച്ചിട്ട് പോയി. ഇനിയിപ്പം ഷിനു അച്ഛനും ലഞ്ചിനും അത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിനു മദ്രസയിൽ പോയതാണല്ലോ. അവളെ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് വരും. അച്ഛൻ എണീറ്റിട്ടില്ല, അച്ഛൻ എണീക്കാനാവണേ ഉള്ളേ. അപ്പോൾ ഞാൻ ഇന്ന് പണിക്കാർക്ക് പരിപ്പ് താളിപ്പാണ് ഉണ്ടാക്കുന്നത്. ഈ കറി ഇവിടെ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഹനീഫ്ക്കാക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കറിയാണ് കേട്ടോ. ഒന്നുമില്ല, പരിപ്പ് ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് വേവിച്ചെടുക്കും. അപ്പോൾ ഞാൻ ആദ്യം ഇതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ 10 മണിക്ക് ചായ കുടിക്കാനുള്ള പണിക്കാരാണ്. ഒരാളേ ഉള്ളൂ കേട്ടോ, ആശാരിയാണ്. അപ്പോൾ ഹനീഫ്ക്കായും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ രണ്ടാളും കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുകയാണ്. പിന്നെ ഞാനത് അതിൻ്റെ ഇടയിൽ പരിപ്പ് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 3 വെണ്ട മുറിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. വെണ്ട ചെറുതായി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുക. ഈ വെണ്ടയും പരിപ്പും താളിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇതാ വെണ്ട ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി വിസിലടിക്കേണ്ട കേട്ടോ. അതിന് മുമ്പേ വെണ്ട പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഞാനത് ചെറിയ അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണേ. പിന്നെയുള്ള പെയിൻറ് പണിക്കാർക്ക് 11:30 ആകുമ്പോഴേക്ക് ചോറ് കൊടുക്കണം. അതുകൊണ്ട് മീനൊക്കെ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് മസാല പറ്റണമൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഈ മീനിൽ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് മസാല പുരട്ടി വെച്ചതായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതാ ഈ സമയമൊക്കെ ആയപ്പോഴേക്ക് ചോറ് വെന്തിട്ട് ഞാൻ വെള്ളം വാർത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ അതേ അടുപ്പിലേക്ക് ഞാൻ കുറച്ച് മല്ലി വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.
എൻ്റെ മല്ലിപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴുകി ഉണക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് ജസ്റ്റ് വറുത്തെടുക്കണം. ഞാൻ മല്ലി വറുക്കുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, അതേപോലെ തന്നെ നല്ല ജീരകവും വലിയ ജീരകവും 2 ജീരകവും കുറേശ്ശെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മല്ലിപ്പൊടിക്ക് നമ്മൾ കറിയിലൊക്കെ ഇടുമ്പോൾ. അപ്പോൾ ഇനി ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. മല്ലി വറുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 11:30 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പണിക്കാർക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഇനിയാണ് എൻ്റെ ക്ലീനിങ് പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുന്നത്. അടുക്കളയിലൊക്കെ പാത്രവും അതേപോലെ ടിന്നുകളൊക്കെ ഒന്നായിട്ട് നിരന്നിട്ടുണ്ട്. ഞാൻ പണിക്കാരൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ എടുക്കുന്ന ടിന്നുകൾ അപ്പം തന്നെ ഇങ്ങനെ അങ്ങോട്ടേക്ക് വെക്കും. ഇതിപ്പോൾ പണിക്കാരുള്ളതും അതുപോലെ തന്നെ മക്കളെ സ്കൂളിലൊക്കെ അല്ലേ, അപ്പം ഒക്കെ കഴിഞ്ഞിട്ടേ വൃത്തിയാക്കലിനൊക്കെ നിൽക്കാൻ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. ആദ്യം നമുക്ക് എടുത്ത ടിന്നുകളൊക്കെ അതാത് സ്ഥലത്തേക്ക് വെക്കുക. ഇപ്പോൾ ടിന്നൊന്നും എല്ലാം വെക്കുന്ന സ്ഥലത്തൊന്നും അല്ല കേട്ടോ, കാരണം ഓരോരോ തിരക്കിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വെക്കുക ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് പണിക്കാരൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണൊക്കെ ഒന്ന് ഒതുക്കണം, അതുപോലെ തന്നെ വർക്ക് ഏരിയ ഒക്കെ. പിന്നെ ഇനിയിപ്പം റമദാൻ നോമ്പായില്ലേ, അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് പെയിൻറ്റ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ റെഡിയാക്കി എടുക്കണം. അതുപോലെ തന്നെ ഒരുപാട് ടിന്നുകളൊക്കെ വീട്ടിലേക്ക് വാങ്ങാണ്ട്, എൻ്റെ കയ്യിലുള്ളതൊക്കെ ഇപ്പോൾ പഴയതാണ്. അപ്പോൾ പിന്നെ ഒക്കെ കുറച്ചൊക്കെ ഒന്ന് പുതിയത് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ടിന്നുകളൊക്കെ ഷെൽഫിലേക്ക് വെച്ചതിന് ശേഷം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആയിട്ട് നിന്നാൽ തന്നെ ഒരുപാട് പണികൾ കഴിഞ്ഞ പോലെ തോന്നുവേ. മറ്റേതൊന്നായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുമ്പോൾ നമുക്ക് ഒരുപാട് പണിയുള്ള ഐഡിയാണ് തോന്നുക. അപ്പോൾ ഞാനിത് ആദ്യം കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മണി പ്ലാന്റൊക്കെ ഇലകളൊക്കെ യെല്ലോ കളറായിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാതായിട്ട്. ഇപ്പോൾ പണിക്കാരുള്ളതുകൊണ്ട് തന്നെ ചെടികൾക്കൊന്നും ശ്രദ്ധിക്കില്ല. പിന്നെ നന്നായിട്ട് പൊടി പാറുന്നുണ്ട് കേട്ടോ, ഈ പുട്ടിച്ചട ഇതുകൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് നന്നായിട്ട് പൊടിയുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനൊന്നും ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് സമയത്തിൻ്റെ ഇടയ്ക്ക് ഇലകളൊക്കെ ഒന്ന് കേടുവന്ന ഇലകളൊക്കെ ഒന്ന് ഒഴിവാക്കി അതുപോലെ തന്നെ ഒക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. വെള്ളം ഞാൻ ഇതേപോലെ തന്നെ 2-3 ദിവസം മുമ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം പുട്ടിൻ്റെ പണി നടന്ന സമയത്ത് നന്നായിട്ട് പൊടി പാറിയിട്ടുണ്ടായിരുന്നു വെള്ളത്തിലൊക്കെ. അപ്പോൾ ഞാൻ അന്ന് പൊടിയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഇലകളും ഒക്കെ മണി പ്ലാന്റൊക്കെ ഒന്ന് കഴുകിയെടുത്തതാണ്. പക്ഷേ വീണ്ടും നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കഴുകിയെടുത്താണ്. ഈ ബൗൾ വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ പാർട്ടീഷൻ ചെയ്ത അവിടെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പണിക്കാരുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ അവിടുന്ന് മാറ്റി ചെടിയൊക്കെ ഇപ്പോൾ പല സ്ഥലത്തേക്കായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അങ്ങനെ സിങ്കിലെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഈ അടുക്കള ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയ ഒന്ന് റെഡിയാക്കി എടുക്കാം. വർക്ക് ഏരിയയിലൊക്കെ നിറച്ച് പാത്രം നിരന്ന് കിടക്കുകയാണ് കേട്ടോ. കൊട്ടത്തളൊക്കെ നിറച്ച് പാത്രമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ആദ്യം ഗ്യാസ് അടുപ്പ് വെച്ച ഭാഗവും അതുപോലെ തന്നെ അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പാത്രം കഴുകാനായിട്ട് നിന്നത്. പിന്നെ പാത്രം കഴുകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എന്നും ഇങ്ങനെ പാത്രം കഴുകുന്ന വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാത്രം കഴുകലും തുടക്കലൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വർക്ക് ഏരിയയിലൊക്കെ നന്നായിട്ട് നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ സാധനങ്ങളൊക്കെ. കാരണം നമ്മുടെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്ന് വെക്കുന്നത് ഇപ്പോൾ പെയിൻറ്റ് പണി നടക്കുന്നതുകൊണ്ടൊക്കെ വർക്ക് ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ഒതുക്കി വെക്കാൻ കഴിയാറില്ല. പിന്നെ അതുപോലെ പണിക്കാർ പോയതിന് ശേഷമാണ് കേട്ടോ അടിച്ചു വാരി തുടക്കലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലത്തൊക്കെ സാധനങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ പിന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കുളി നിസ്കാരവും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിച്ചു. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരുമ്പോഴേക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇനി ഇങ്ങനെ വെച്ചാൽ കേടുവന്ന് പോവും. അപ്പോൾ ഞാനതാ പഴംപൊരിക്കായിട്ട് മാവ് കൂട്ടുകയാണ്. ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 250 ml കപ്പിലാണ് ഞാൻ അളക്കുന്നത്. അതിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്തിട്ടോ. ഞാൻ ഏകദേശം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ യെല്ലോ ഫുഡ് കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഏലക്കായപ്പൊടിയും കൂടെ. ഞാൻ ഇട്ട് കൊടുക്കുന്നത് കരിഞ്ജീരകമാണ്. ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഒരുമിച്ച് ഞാൻ 1 കപ്പ് വെള്ളമായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കണ്ട, കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യാനുസരണം ഇങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസായി പോകരുതേ മാവ്. ഈ ഒരു കട്ടിക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം ആദ്യം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തു. വീണ്ടും 1 കപ്പ് വെള്ളം എടുത്തിട്ടാണ് ഞാൻ പിന്നെ മിക്സാക്കി എടുത്തത്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു പാകം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ലല്ലേ? ഞാൻ 2ാം പ്രാവശ്യം എടുത്ത കപ്പിൽ ഇത്രത്തോളം വെള്ളം ബാക്കിയുണ്ടായിരുന്നു. ഏകദേശം ഒരു
1/4 കപ്പിൻ്റെ വെള്ളം എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. ബാക്കി വെള്ളം ഞാൻ മാറ്റി വെച്ചു. ഇപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സമയം അങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഇതാ ഷീനു വന്നിട്ടുണ്ട്, അച്ചു വന്നിട്ടുണ്ട്. അവർ രണ്ടാളും ആദ്യം വരിക. അച്ചു വന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഷീനും വരും. അപ്പോൾ അച്ചു വന്ന ഉടനെ തന്നെ മൊബൈലായിട്ട് ഇരുന്നു കേട്ടോ. അവൾ മേലെ കഴുകാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ഷീനു രാവിലെ പോയപ്പം തല നനച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അധികവും രാവിലെ തല നനയ്ക്കാതെ മേലെ കഴുകിയിട്ടാണ് പോവുക. വൈകുന്നേരം വന്നിട്ടാണ് കേട്ടോ തല നനച്ചിട്ട് കുളിക്കുക. അല്ലെങ്കിൽ രാവിലെ പോകുമ്പോൾ മുടി കെട്ടാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തന്നെ ഷിനുവിനെ തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് അവളെ കുളിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. ഇതാ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ പഴം എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ മാവിൽ നന്നായിട്ട് പഴം മുക്കിയെടുത്തിട്ട് ഞാൻ ഓയിൽ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ ഓയിലിലേക്ക് വേണ്ട ഇട്ട് കൊടുക്കാൻ. തീരെ എണ്ണ ഒന്നും കുടിക്കൂല കേട്ടോ. ഇങ്ങനെ മാവ് ചെയ്തെടുത്താൽ അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ നല്ല ചൂടായ ഓയിലിലേക്ക് ഓരോ പഴമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാവിൽ മുക്കിയിട്ട് ഇതാണ്ടോ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടേ. ഒരുപാട് ബേക്കിംഗ് സോഡ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. ഒരു നുള്ള് ജസ്റ്റ് ഒരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചിട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ കണ്ടോ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. പിന്നെ അതുപോലെ തന്നെ തീ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് വേണ്ട ചെയ്തെടുക്കാൻ. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്നും മാറ്റി കൊടുക്കാം. അങ്ങനെ ഇനി എല്ലാം ഒന്ന് ചെയ്തെടുക്കേ. ഷീനു വെച്ചൊക്കെ മേലേക്ക് വന്നപ്പോഴേക്കും ഞാൻ പഴംപൊരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അവർ ചായ ഒക്കെ കുടിക്കുകയാണ്. TV ഒക്കെ കണ്ടിട്ടാട്ടോ ചായ കുടിക്കുക. പിന്നെ അവരെ ചായ കുടിക്കുക കഴിഞ്ഞിട്ട് അവർ കളിക്കാനൊക്കെ പോവും. ഇതും ഇതൊക്കെ വരാം പിന്നെയും വൈകും കേട്ടോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.